പിണറായിയുടെ ഈ നായകളുടെ യൂണിഫോം ഊരിപ്പിക്കുമോ? അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ചെരുപ്പ് നക്കുവാൻ പോകുന്ന വേട്ടപ്പട്ടികളായ പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയിൽ. ഇവന്മാരുടെ ഭരണം പോയാൽ നിന്റെയൊക്കെ കാര്യം പോക്കാണ്. പണിയും പോകും, വഴിയിൽ ഒത്തുകിട്ടിയാൽ ആൺപിള്ളേർ പഞ്ഞിക്കിടുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം മാൾ ഓഫ് ട്രാവൻകൂറിൽ ഒരു പോലീസുകാരനെ പിള്ളേർ പരസ്യമായി പഞ്ഞിക്കിട്ടത് നാം എല്ലാം കണ്ടതാണ്. കേരള ജനതയെ പറ്റിക്കുവാൻ വിജയനും മന്ത്രിസഭയിലെ തീവെട്ടുകളും നടത്തിയ നവചോർല യാത്രയിൽ കാരണഭൂതന്റെ ആ മനം കവരുവാൻ രക്ഷാപ്രവർത്തനം നടത്തിയ കാക്കിയിട്ട അന്തംകമ്മികളുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ പോലീസുകാർ കുറ്റക്കാർ എന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ തുടങ്ങിയവർ പ്രതികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ 5 പേർക്കുമെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ഉടൻ DGPക്ക് കൈമാറും എന്നാണ് വിവരം. ഇവരെ ഉടൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പിള്ളാരെ തൊട്ട പോലീസുകാരന്മാരെ വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് യുവനേതാക്കന്മാർ. ഇവരെ എടുത്ത് പുറത്തു കളഞ്ഞാൽ ഉണ്ടാകുന്ന മൈലേജ് ചില്ലറയൊന്നുമായിരിക്കില്ല. പണിപാളുമെന്ന് മനസ്സിലായ കേസിലെ 1-ാം പ്രതിയും ഇപ്പോഴും പിണറായിയുടെ ഗൺമാനുമായി തുടരുന്ന അനിൽ കല്ലിയൂരും സതീഷും ഇന്ന് ആലപ്പുഴ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതര ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയത്. ലോക്കൽ പോലീസ് തടഞ്ഞു വെച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാരുടെ തലക്കടിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഗുരുതര ചട്ടലംഘനം നടന്നുവെന്നാണ് കണ്ടെത്തൽ. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ ഉദ്യോഗസ്ഥർ SITയുടെ മുന്നിൽ ഇന്ന് മൊഴി നൽകി. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ ഗൺമാന്മാരെ രക്ഷിക്കുവാൻ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതായാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ. തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിച്ചു എന്നാണ് ആ പോലീസുകാരുടെ മൊഴി. യുവാക്കളെ അടിച്ച ഈ 5 അന്തംകമ്പി പോലീസുകാരന്മാർക്കെതിരെ മാത്രമേ നടപടിയെടുക്കുകയുള്ളൂ, അതോ കേസ് ഡയറി തിരുത്തിച്ച, ഇവരെ രക്ഷിച്ച, ഗുരുതര കൃത്യവിലോപം കാണിച്ച ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുത്താൽ പാർട്ടി അണികളുടെ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള സകല ജനങ്ങളുടെയും പിന്തുണ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.